ഈ ഗൂഗിൾ ഫേസ്ബുക്ക് ലൈവിലും അതുപോലെ ഈ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ അതിനുശേഷം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി പിന്നെയും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇപ്രകാരമായിരിക്കാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായം ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രി നമ്മൾ അതിനകത്ത് 11, 12 വാക്യങ്ങളാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11, 12 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്, മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളിതിനകത്ത് പഠിച്ചു വരുന്നത്. ഇവിടെ നമ്മൾ ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീകമായ ഒരു അനുഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അപ്പം അടുത്ത ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് നാം ഒരു അവകാശം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ അടുത്ത ഒരു ആത്മീക അനുഗ്രഹമായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. അവകാശം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഹെറിറ്റൻസ് എന്നുള്ള വാക്ക്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അത്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യത്തിന് നമ്മളൊരിക്കലും ഇൻഹെറിറ്റൻസ് എന്ന് പറയില്ല. പക്ഷേ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിനെയാണ് മലയാളത്തിൽ അവകാശം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻഹെറിറ്റൻസ് ലഭിച്ചിരിക്കുന്നു, ഒരവകാശം ലഭിച്ചിരിക്കുന്നു. അപ്പം അതെവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ പിതാവിൽ നിന്ന്. നമ്മൾ ഈ ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ആത്മീക അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് പിതാവായ ദൈവമാണ് എന്ന് നമ്മൾ ഇതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം, ഇൻഹെറിറ്റൻസ്, അതിനെക്കുറിച്ചാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്കൊരു ഇൻഹെറിറ്റൻസ്, ഒരവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാക്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇന്നും അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ വരും. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ആ അവകാശം എന്നുള്ള ആ വാക്ക്, അത് നമുക്കൊന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് ഇന്ന് രാത്രി ആദ്യം നമ്മൾ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം. എങ്ങനെയാണെങ്കിലും ഏതുവരെ പോകുമോ അതുവരെ നമുക്ക് മുൻപോട്ടേക്ക് പോകാം. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവകാശത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ വിവിധ വശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ മറ്റൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും
ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവിടെ നമ്മൾ പ്രാരംഭത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. നമുക്കറിയാം, മാതാപിതാക്കളിൽ നിന്ന് ഇൻഹെറിറ്റൻസ് ആയിട്ട്, അവകാശമായിട്ട് ലഭിക്കുന്നത് ആർക്കാണ്? മക്കൾക്കാണ് ലഭിക്കുക. അപ്പം നമ്മൾ മക്കളായിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? നമുക്ക് അവകാശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ദൈവം നമ്മളെ മക്കളാക്കി, ആ ദത്തെടുപ്പ് എന്നുള്ള വിഷയമൊക്കെ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനിയും അതിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആ പഴയ ക്ലാസ്സുകൾ, ആ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ യൂട്യൂബ് ലിങ്കുകൾ ഉണ്ട്. നിങ്ങൾക്ക് ആ യൂട്യൂബിൽ പോയിട്ട് പഴയ ക്ലാസ്സുകൾ കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത്, നാം അവകാശികളായത് മക്കളായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ വീഡിയോസിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ദൈവോചനപ്രകാരം ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടുള്ളവർക്കാണ് എന്ത് ലഭിക്കുന്നത്? അവകാശം ലഭിക്കുന്നത്. നാം മക്കളാണെങ്കിൽ അവകാശികൾ ആണ്. അപ്പം അതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, പക്ഷെ ഞാൻ അവകാശിയാണോ? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവകാശികളാണെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ അവകാശിയാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണോ ദൈവത്തിൻ്റെ മകളാണോ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി. ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ, അവിടെ നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ എന്താണ്, ആരാണ്? അവകാശികളാണ്. ഓക്കെ, റോമാലേഖനം 8:17 നമ്മൾ വായിക്കുന്നത്. അവിടെ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. എന്നിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പം എന്താണ് ദൈവത്തിൻ്റെ അവകാശികൾ? സോ നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്താണ് നമ്മുടെ അവകാശം? അവിടെ പറയുന്നത്, അവർ ഇൻഹെറിറ്റൻസ് ഈസ് ഗോഡ് ഹിംസെൽഫ്. ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. അപ്പം നമ്മുടെ അവകാശത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ്. ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. നാം ദൈവത്തിൻ്റെ അവകാശികൾ. ദൈവത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ അല്ല, നാം ദൈവത്തിൻ്റെ തന്നെ അവകാശികളാണ് ഞാനും നിങ്ങളും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, വാട്ട് എ വണ്ടർഫുൾ തിങ്. എന്തൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾക്കകത്ത് നമ്മൾ വായിച്ചു, നാം അവനിൽ അവകാശം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ നമ്മുടെ അവകാശമെന്ന് പറയുന്നത്, നമ്മുടെ അവകാശത്തിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ അവകാശമെന്ന് പറയുന്നത് അത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ്. നോക്കിക്കേ, എന്നിട്ട് പറയുക, നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പം ഈ ദൈവം പ്രൈമറി ആയിട്ട് ആരുടെ അവകാശമാണ്? ക്രിസ്തുവിൻ്റെ അവകാശമാണ്. ക്രിസ്തുവിൻ്റെ അവകാശമാണ്. അപ്പം നമ്മൾ ആ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്. അപ്പം ക്രിസ്തുവിനാണ് ദൈവത്തിൻ്റെ അവകാശം പൂർണ്ണമായിട്ടുള്ളത്. ക്രിസ്തുവിനോട് കൂടെ നമ്മളുമാരായിട്ട് മാറി, കൂട്ടവകാശികളായിട്ട് മാറി. അപ്പം നമ്മൾ ഈ ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ദൈവം അവൻ യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്. യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്. യേശുക്രിസ്തുവിനെ ഏകജാതനായ പുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ഭാഗമൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ ലിങ്കുകൾ നമുക്ക് ലഭിക്കും. യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് ചിന്തിച്ചതാണ്. അപ്പം എന്താണ് ക്രിസ്തു, യേശു അവൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്.
അപ്പം ദൈവം അവൻ്റെ പിതാവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാണ് ആര്? പിതാവായ ദൈവം. അപ്പം പ്രാഥമികമായിട്ട് ദൈവം എന്ന് പറയുന്നത് ആരുടെ അവകാശമാണ്? ക്രിസ്തുവിൻ്റെ അവകാശമാണ്. പിന്നെ ക്രിസ്തുവിലൂടെ ഞാൻ ദൈവത്തിൻ്റെ മകളായി തീർന്നപ്പോൾ ആ ദൈവം എൻ്റെയും ആരായിട്ട് മാറി? പിതാവായിട്ട് മാറി. എൻ്റെയും പിതാവായിട്ട് മാറി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ദൈവമാണ് നമ്മുടെ അവകാശം, അവൻ നമ്മുടെ പിതാവാണ്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് നമ്മൾ. ക്രിസ്തുവിനോട് കൂടെയാണ് നമ്മുടെ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ അവകാശം ആർക്കുള്ളതാണ്? ക്രിസ്തുവിനുള്ളതാണ്. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. അപ്പം ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ നമുക്കൊരവകാശമുണ്ട്. എന്താണ് അവകാശം? ദൈവം നമ്മുടെ പിതാവായി തീർന്നിരിക്കുന്നു. അത് മറ്റാർക്കുമില്ലാത്ത അവകാശമാണ്. ദൈവമക്കളായി തീരാത്ത മറ്റാർക്കും ലഭിക്കാത്ത ഒരു വളരെ മനോഹരമായ ഒരു അവകാശമാണ് ദൈവം എൻ്റെ പിതാവാണ് എന്നുള്ളത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ അവകാശത്തിന് അല്ലെങ്കിൽ അതിന് പ്രാഥമികമായിട്ട് അർഹതയുള്ളത് ക്രിസ്തുവിന് മാത്രമാണ്, യേശുവിന് മാത്രമാണ്. പിന്നെ യേശുവിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? കൂട്ടവകാശികളായിട്ട് ആ അവകാശം ഷെയർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പറയാം, ദൈവം ആരുടെയും കൂടെയാണ്? അവൻ എൻ്റെയും പിതാവാണ് ദൈവം. ഓ, എത്ര വലിയൊരു കാര്യമല്ലേ! ദൈവം എൻ്റെയും പിതാവാണെന്ന് എനിക്ക് പറയത്തക്ക രീതിയിൽ എനിക്കൊരവകാശം ലഭിച്ചിരിക്കുക. എന്നിട്ട് പറയുക, റോമാലേഖനം 8:17 നമ്മൾ വായിച്ച ആ വാക്യത്തിൻ്റെ അവസാനം പറയുകയാണ്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്ര. അപ്പോൾ അവിടെ രണ്ടാമതൊരവകാശം അവിടെ വരുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കപ്പെടുക എന്നുള്ള ഒരു അവകാശവും നമുക്കവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ വാക്യത്തിൽ രണ്ട് അവകാശങ്ങളാവുന്നത്. ഒന്ന്, ദൈവം നമ്മുടെ പിതാവായി എന്നുള്ള അവകാശം, അത് ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ് നമ്മൾ. രണ്ടാമത്തെ അവകാശം, ക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കപ്പെടുക എന്നുള്ള അവകാശം, അതും ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുക. അപ്പോൾ ആ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവൻ്റെ കൂടെ എന്ത് ചെയ്യണം? കഷ്ടം അനുഭവിക്കണം. അവൻ്റെ കൂടെ കഷ്ടം അനുഭവിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ കഷ്ടം അനുഭവിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടാനും നമുക്ക് ആ അവകാശം ലഭിക്കുകയാണ് ചെയ്യുന്നത്. എത്ര വലിയ കാര്യമല്ലേ! നമുക്കറിയാം, യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പം അവനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെടും. നമ്മൾ അവനോട് സദൃശന്മാരാകും. നമ്മുടെ കർത്താവ് തേജസ്കരിക്കപ്പെടുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെടും. നമ്മൾ തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിച്ചതുപോലെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുവാനുള്ള അവകാശവും നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, മരണത്തിന് നമ്മളെ പിടിച്ചു വയ്ക്കാനായിട്ട് കഴിയില്ല. മരണം ആത്യന്തികമായിട്ട് നമ്മുടെ അവസാനമല്ല. ഞാനത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അടുത്ത ആത്മീക അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ പഠിക്കുമ്പം നമുക്കത് വിശദമായിട്ട് പഠിക്കാം. നമ്മുടെ ഉയർപ്പിനെ കുറിച്ചൊക്കെ നമ്മളവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, നമ്മളും തേജസ്കരിക്കപ്പെടും എന്നുള്ള ഒരവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എഫേസ്യൻത്തിൽ നമ്മൾ പറഞ്ഞത് നാം അവകാശവും പ്രാപിച്ചു. റോമാലേഖനത്തിൽ 2 ടൈപ്പ് അവകാശം നമ്മൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നു. അത് രണ്ടും ക്രിസ്തുവിനോട് കൂടെയുള്ള അവകാശമാണ്. ഒന്നാമത്തത് ദൈവം എൻ്റെ പിതാവാണെന്നുള്ള അവകാശം, അത് ക്രിസ്തുവിനോട് കൂടെയാണ്. 2, എനിക്കൊരു തേജസ്കരണം ലഭിക്കുമെന്നുള്ള അവകാശം, അതും ക്രിസ്തുവിനോട് കൂടെ തന്നെയാണ്.
നോക്കൂ, ദൈവം നമുക്ക് ഈ 2 അവകാശങ്ങളും തന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇതാണ്: വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. ഇപ്പം നമ്മുടെ 3-ാമത്തെ അവകാശം, 2 അവകാശങ്ങൾ നമ്മൾ റോമാലേഖനത്തിൽ നിന്ന് പറഞ്ഞു. 3-ാമത്തെ നമ്മുടെ ഇൻഹെറിറ്റൻസ് അവകാശം എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചത്തിലുള്ള അവകാശം. വെളിച്ചത്തിലുള്ള അവകാശം എന്താണ് നമ്മളിവിടെ വായിച്ചത്? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി. അപ്പം നമുക്ക് വെളിച്ചത്തിൽ ഒരവകാശം പിതാവ് നമുക്ക് തന്നിരിക്കുന്നു. ആ അവകാശം ലഭിക്കാനായിട്ട് അവൻ നമ്മെ പ്രാപ്തരാക്കി. ആ അവകാശം നേടാനായിട്ട് അവൻ നമ്മെ പ്രാപ്തരാക്കി. എന്താ മക്കളെ, പ്രാപ്തരാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാപ്തരല്ലായിരുന്നു, നമുക്ക് യോഗ്യത ഇല്ലായിരുന്നു. നമ്മൾ അഡോപ്ഷനെക്കുറിച്ച്, ദത്തെടുപ്പിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ മക്കളാകാൻ, ദൈവത്തിൻ്റെ അവകാശികളാകാൻ നമുക്ക് യോഗ്യത ഇല്ലായിരുന്നു. പക്ഷേ ദൈവം അവൻ്റെ അനന്തമായ കൃപയിലും കരുണയിലും നമ്മെ അവൻ ആരാക്കി? പ്രാപ്തരാക്കി തീർത്തു. അപ്പം നമ്മൾ അവകാശികളായിത്തീർന്നത് നമ്മുടെ മെറിറ്റ് കൊണ്ട്, നമ്മുടെ യോഗ്യത കൊണ്ടാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല നമ്മൾ അവകാശത്തിന് പ്രാപ്തരായിത്തീർന്നത്. ദൈവം നമ്മെ പ്രാപ്തരാക്കിയതാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ആ വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നമ്മെ പ്രാപ്തരാക്കി. നോക്കൂ, അതിനു മുൻപ്, ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെയായിരുന്നു? ആ വാക്യം പറയുന്നു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവ്. അപ്പം മുൻപേ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ, നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴിൽ കിടക്കുകയായിരുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴിൽ. എന്താണ് ഇരുട്ടിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ? എന്താണ് ഇരുട്ടിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഇരുട്ടിലാണ് മറ്റുള്ളവർ കാണാൻ നമുക്ക് താല്പര്യമില്ലാത്ത, മറ്റുള്ളവർ അറിയരുതെന്ന് നാം ചിന്തിക്കുന്ന, മറ്റുള്ളവർ അറിഞ്ഞാൽ നമുക്ക് മോശമാകുന്ന സകല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത് ഇരുട്ടത്താണ്. വേറൊരുത്ത അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുതെന്ന്. അപ്പം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ആ ഇരുൾ എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് സാത്താൻ്റെ അധികാരമാണത്. അവിടെ പാപത്തിൻ്റെ അധീനതയിൽ കിടന്ന നമ്മളെ, പാപത്തിൻ്റെ അധീനതയിലായിരുന്നു നമ്മൾ കിടന്നത്. ദൈവം നമ്മെ അവിടുന്ന് വിടുവിച്ചു. ദൈവം നമ്മെ അവിടുന്ന് വിടുവിച്ചു. നമ്മൾ വീണ്ടെടുപ്പ് എന്നുള്ള വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് ആ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. അപ്പം ദൈവം നമ്മെ വിടുവിച്ചു, ദൈവം നമ്മെ വീണ്ടെടുത്തു. അപ്പം ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്ന നമ്മെ അവിടുന്ന് ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. ദൈവമാണ് വിടുവിച്ചത്. നമ്മൾ സ്വയമായിട്ട് വിടുവിക്കപ്പെട്ടതല്ല, പിന്നെ ദൈവമാണ് നമ്മളെ എന്ത് ചെയ്തത്? വിടുവിച്ചത്. എന്നിട്ട് അവനെന്ത് ചെയ്തു? തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു.
അപ്പം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് എവിടെ ആക്കി വെച്ചു? സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അങ്ങനെ ആക്കി വെച്ചതിലൂടെ നമുക്ക് എന്തിൽ അവകാശം ലഭിച്ചു? വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് ലഭിച്ചു. വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് ലഭിച്ചു. നമ്മളിന്ന് വെളിച്ചത്തിൻ്റെ മക്കളാണ്. വെളിച്ചത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ആ വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് ദൈവം എന്ത് ചെയ്തു? തന്നു. അപ്പോൾ മൂന്നാമത്തെ അവകാശം നമ്മൾ പറഞ്ഞ എന്താണ്? വെളിച്ചത്തിലുള്ള അവകാശം. വെളിച്ചത്തിലുള്ള അവകാശം ആദ്യം നമ്മൾ പറഞ്ഞത് ദൈവം നമ്മുടെ അവകാശമായി തീർന്നു. 2, ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടാനുള്ള അവകാശം നമുക്ക് ലഭിച്ചു. 3 നമ്മളിപ്പോൾ പറഞ്ഞത് വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് തന്നു. എന്ത് ചെയ്തു? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് അവൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. ഇനി അടുത്തൊരു ഭാഗം ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിൻ്റെ എന്തിനാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്? എന്തിനാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ എന്തൊക്കെയോ അവകാശങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെയാണ് വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലേ? ചിലർ പറയാറുണ്ട്, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ, നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലുള്ള സകലവിധ അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പ്രസംഗിക്കുന്നവരാണ് ഇന്ന് കൂടുതലും. പക്ഷെ ദൈവവചനം പഠിക്കുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല കാണുന്നത്. പിന്നെന്താ കാണുന്നത്? ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന എന്തിനാണ്? അവിടെ പറഞ്ഞു സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായിട്ട്. നോക്കിക്കേ, നമുക്ക് ലഭിക്കാൻ പോകുന്ന അവകാശം അതെവിടെയാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവകാശമാണത്. അത് ഈ ഭൂമിയിലെ എന്തെങ്കിലും അവകാശമല്ല. ഇവിടുത്തെ പണമോ, ഇവിടുത്തെ വീടോ, ഇവിടുത്തെ സ്ഥലമോ, ഇവിടുത്തെ ജോലിയോ, ഇവിടുത്തെ സൗഖ്യമോ, ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന അവകാശം. ആ അവകാശം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. നിങ്ങളെന്താ ചിന്തിക്കുന്നത്? ദൈവം സ്വർഗത്തിൽ പൈസ മുഴുവൻ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ചു വച്ചേക്കുവാണോ? അല്ലല്ലോ. വലിയ വീടൊക്കെ ഉണ്ടാക്കി അവിടെ അല്ല, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്, ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. ദൈവം നമുക്ക് അവകാശമായിട്ട് തരാൻ വച്ചിരിക്കുന്നത് അതല്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ താഴ്മയോട് പറയട്ടെ, ദൈവവചനപ്രകാരം അത് തെറ്റാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സ് അതിൻ്റെ പുറകെ പോകാനായിട്ട് അനുവദിക്കരുത്. ദൈവം നമുക്ക് തരുന്ന അവകാശം, ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അവകാശം തരാനായിട്ടാണ്. ആ അവകാശം ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. ഇനി ആ അവകാശത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ അവകാശത്തിൽ 3 കാര്യങ്ങളില്ലെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഇല്ല. എന്തൊക്കെയാണ് ഇല്ലാത്തത്? 1 ക്ഷയം, 2 വാട്ടം, 3 മാലിന്യം. എന്താ മക്കളെ ഈ 3 കാര്യങ്ങൾ? 1 ക്ഷയം, 2 വാട്ടം, 3 മാലിന്യം. എന്താണിത്? എന്താ ക്ഷയം എന്ന് പറഞ്ഞാൽ? ക്ഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ഷയിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക?
ക്ഷയം എന്ന് പറയുന്നത് നശിച്ചു പോവുക എന്ന് വെച്ചാൽ ആദ്യം തുടക്കത്തിൽ ഇത്ര ഉണ്ടായിരുന്നു, കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് ക്ഷയിച്ച് ചെറുതായി ഇങ്ങനെ പോകുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ക്ഷയം എന്ന് പറയുന്നത്. ക്ഷയിച്ചു പോവുക. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ദൈവം സ്വർഗത്തിൽ നമുക്ക് സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ അവകാശം അതൊരിക്കലും ക്ഷയിച്ചു പോകാത്തതാണ്, നശിച്ചു പോകാത്തതാണ്. ക്ഷയിക്കുക എന്നുള്ള വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് നശിച്ചു പോവുക എന്നുള്ളതാണ്, നശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അവകാശം എന്ന് പറയുന്നത് അതൊരിക്കലും നശിക്കാത്തതാണ്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതാണ്. അതിന് ക്ഷയമില്ല, ഒരിക്കലും നശിക്കാത്തതാണ്. അതുകൊണ്ടാണ് അതിന് നിത്യത എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റേണിറ്റി, അത് ഇറ്റേണലാണത്, നിത്യമാണത്, അതൊരിക്കലും നശിക്കാത്തതാണ്. ക്ഷയമില്ല അതിന്. ഇനി രണ്ടാമതില്ലാത്ത എന്താണ്? വാട്ടമില്ല. എന്താ വാട്ടം എന്ന് പറഞ്ഞാൽ, ഈ ക്ഷയവും വാട്ടവും രണ്ടാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അത് നശിച്ചു പോകുന്നതാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് അതിൻ്റെ ക്ഷയം എന്ന് പറയുന്നത്, അളവിൽ. അതാ ക്ഷയം എന്ന് പറയുന്നത്. വാട്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്ലി ആണ്, എന്ന് വെച്ചാൽ ഗുണത്തിലാണ് വാട്ടം വരിക. നമുക്കറിയാം, നമ്മളൊരു പൂവ് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പൂവ് പറിക്കുന്ന ആ നേരത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള പൂവാണ്. എന്നാൽ പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ആ പൂവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആ പൂവ് എന്ത് ചെയ്തിട്ടുണ്ടാകും? വാടിപ്പോയിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു, അതിൻ്റെ ആ ഗ്ലോറി, അതിൻ്റെ ആ തേജസ്, അതിൻ്റെ ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അപ്പം ദൈവം നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിന് ക്ഷയമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്ലി അതിന് കുറവ് വരില്ല, അളവിൽ അതിന് കുറവ് വരില്ല. രണ്ടാമത്തത്, അതിന് വാട്ടമില്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ്ലി, ഗുണത്തിൽ അതിന് കുറവൊന്നും വരത്തില്ല. ഓക്കെ, അപ്പം ക്ഷയമില്ല, വാട്ടമില്ല. ഇനി മൂന്നാമത്തത് മാലിന്യമാണ്. എന്താ മാലിന്യം എന്ന് പറഞ്ഞാൽ? മായം ചേർക്കുക എന്ന് വെച്ചാൽ എന്താണ്? അരിക്കകത്ത് കല്ല് ചേർത്ത് കഴിഞ്ഞാൽ അത് മായമാണ്. അരിക്കകത്ത് കല്ല് ചേർത്താൽ മായോ? ഞാനൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എന്താണ് ഈ നമ്മുടെ അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇപ്പം ഞാൻ ആ സാധനം കാണാറില്ല. ഈ എന്താണ് പൂച്ചാടി അല്ലെങ്കിൽ പൂച്ചെടി അല്ലെങ്കിൽ കൊങ്ങിണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൈസ് ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ചുവന്ന കളറുള്ള പൂവ്, നല്ല രസമാണ്, കാണാൻ നല്ല രസമാണ്. ഈ വേലിയിലൊക്കെ പണ്ട് നമുക്ക് വേലി മതിലല്ലായിരുന്നല്ലോ, വേലിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ വേലിയിലൊക്കെ ഇങ്ങനെ കയറി ഇരിക്കുന്ന ഒരു സൈസ് ചെടിയാണ് അത്. അപ്പോൾ നല്ല ചുവന്ന പൂവാണ്. എന്നിട്ട് അതിന് കായ ഉണ്ടാവും. ഈ കായ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല കുരുമുളകിൻ്റെ ഷേപ്പാണ് അത്. അതായത് ഈ ചെടിയുടെ ഈ കായ, ഉണങ്ങിയ കായയും ഉണങ്ങിയ ഒരു കുരുമുളകും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ നിങ്ങൾക്കത് വേർതിരിക്കാനായിട്ട് പറ്റില്ല. പിന്നെ അത് കടിച്ചു നോക്കിയാലേ അറിയുള്ളൂ ആ സാധനത്തിന് എരിവുണ്ടാവില്ല, കുരുമുളകിന് എരിവുണ്ടാവും. അല്ലാതെ കാഴ്ചയിൽ ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അപ്പം പണ്ടൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ കൃഷിക്കാരാണല്ലോ മെയിനായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ. അപ്പോൾ കുരുമുളക് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ കുരുമുളക് പറിക്കുന്ന കൂട്ടത്തിൽ ഇവരെന്ത് ചെയ്യുന്നറിയാവോ? ഈ ചെടിയുടെ കായും കൂടെ പറിക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് കഴിയുമ്പം 1 കിലോ കുരുമുളകാണെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ 1/2 കിലോ എന്തായിരിക്കും? ഞാൻ ഈ പറഞ്ഞ ചെടിയുടെ കായായിരിക്കും ഉണ്ടാവുക. അപ്പം അത് കുരുമുളകിൻ്റെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല. രണ്ടും കുരുമുളക് പോലെ തന്നെ ഇരിക്കുക. ഇതിപ്പോൾ എല്ലാ മണിയെടുത്ത് നമുക്ക് കടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പം കണ്ടു കഴിഞ്ഞാൽ കുരുമുളകിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിനകത്ത് എന്താണ്? മായം ചേർന്നിട്ടുണ്ടായിരിക്കും. ആളുകളെ പറ്റിക്കാനായിട്ട് ചെയ്യുന്നതാ. മക്കളെ, ഞാനൊരു കാര്യം പറയാം, തമ്പുരാൻ നിങ്ങളെ പറ്റിക്കത്തില്ല. തമ്പുരാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന അവകാശം, സ്വർഗത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അവകാശം ഉണ്ടല്ലോ, മായം ചേർത്തതല്ല. അത് കുരുമുളകിനകത്ത് കൊങ്ങിണിക്കായ ചേർത്തിട്ടുള്ളതല്ല ആ സാധനം. അത് കുരുമുളകാണെങ്കിൽ പ്യൂർ കുരുമുളകാണ്. അത് ഞാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്, തെറ്റിദ്ധരിക്കരുത്.
ദൈവം നിങ്ങൾക്ക് കുരുമുളക് തരുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് ദൈവം മായം ചേർക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമില്ല. ഇങ്ങനത്തെ ഒരു അവകാശം എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് കിട്ടാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതെന്ന പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ഓക്കെ, ഞാൻ മുമ്പോട്ടേക്ക് പോട്ടെ. എന്താണ് 2 വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി 1 പത്രോസ് 3:9 വാക്യം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ദോഷത്തിന് ദോഷവും സകാരത്തിന് സകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പൻ. അവിടെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഇതാണ്: ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. ഒരു അനുഗ്രഹം അവകാശമാക്കേണ്ടതിന്, ഒരനുഗ്രഹം അവകാശമാക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്, അതൊരനുഗ്രഹമാണ്. ഓഫ് കോഴ്സ് നമ്മൾ എഫേസ് ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് ആത്മീക അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളത് ചിന്തിച്ചു വരുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ആ അവകാശം എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു അനുഗ്രഹമാണത്, ബ്ലെസ്സിങ് ആണ്. അപ്പം അവിടെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ദോഷത്തിന് ദോഷവും സകാരത്തിന് സകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പം അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നോക്കൂ, ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യരുത്? ദോഷത്തിന് ദോഷം പകരം ചെയ്യരുത്, ദോഷത്തിന് ദോഷം പകരം ചെയ്യരുത്. അപ്പം ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ദോഷം ചെയ്താൽ നമ്മൾ അതുപോലെ എന്ത് ചെയ്യരുത്? തിരിച്ച് ചെയ്യരുത്. അതുപോലെ സകാരത്തിന് സകാരം പകരം ചെയ്യരുത്. ആരെങ്കിലും നമ്മളെ സകാരിച്ചാൽ, നമ്മളെ വേണ്ടാധീനം പറഞ്ഞാൽ നമ്മൾ അതുപോലെ തിരിച്ചു പറയാനായിട്ട് എന്ത് ചെയ്യരുത്? പോകരുത്. പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കിയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം നമ്മളെപ്പോഴും മറ്റുള്ളവരെ എന്താ ചെയ്യാവൂ? അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. എന്തുകൊണ്ട്? നമുക്ക് അനുഗ്രഹം ലഭിക്കാനല്ല, നാം അനുഗ്രഹം ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. നോക്കിക്കേ, നമുക്ക് അനുഗ്രഹം അവകാശമായിട്ട് ലഭിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് കൊണ്ടല്ല. തെറ്റിദ്ധരിക്കരുത്. പലരും അങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കാറുണ്ട് ആ വാക്യം വെച്ചിട്ട്. നിങ്ങൾ ദോഷത്തിന് പകരം ദോഷവും സകാരത്തിന് പകരം സകാരവും ചെയ്യാതെ അനുഗ്രഹിച്ചാലേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. അങ്ങനല്ല ആ വാക്യം പറഞ്ഞത്. നിങ്ങൾക്കൊരനുഗ്രഹം അവകാശമായിട്ട് ദൈവം വച്ചിരിക്കുകയാണ്. അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. എന്തുകൊണ്ട്? നിങ്ങൾ മക്കളായതുകൊണ്ട്. നമ്മളതിലേക്ക് താഴെ വരുമ്പോൾ കുറച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അനുഗ്രഹം ദൈവം ഇൻഹെറിറ്റൻസ് ആയിട്ട് അവകാശമായിട്ട് അവിടെ വച്ചു കഴിഞ്ഞു. അത് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾ നിങ്ങളെ ശപിച്ചു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് നിങ്ങൾ ശപിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നിങ്ങൾക്കറിയാം മക്കളെ, നിങ്ങളെ ആരൊക്കെ ശപിച്ചാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹമായി എടുത്തു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ശപിക്കുന്നവരെയും വഴക്കുണ്ടാക്കുന്നവരെയും ബഹളം വയ്ക്കുന്നവരോടൊക്കെ നിങ്ങൾ ആ രീതിക്ക് ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അവരെ നമുക്ക് അങ്ങ് അനുഗ്രഹിക്കാമല്ലോ. അതല്ലേ ഇവിടെ പറഞ്ഞത്. അല്ല, നമ്മൾ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അനുഗ്രഹം കിട്ടുന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അനുഗ്രഹം ദൈവം ഇൻഹെറിറ്റൻസ് ആയിട്ട് അവകാശമായിട്ട് എടുത്തു വച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത്. സോ അവർ ഇൻഹെറിറ്റൻസ് ഈസ് എ ബ്ലെസ്സിങ്. ദൈവം നമുക്ക് വച്ചിരിക്കുന്ന അവകാശം എന്താണ്? അതൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എന്താണ് നമുക്ക്
ഒന്നല്ല 2 വാക്യങ്ങളൂടെ വായിക്കാനുണ്ട്. അതുകൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 37-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുന്നു: യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അപ്പം നിഷ്കളങ്കന്മാരുടെ അവകാശം ശാശ്വതം, ഒരിക്കലും മാറാത്തത്, ഒരിക്കലും അവസാനിക്കാത്ത, ഇറ്റേണലായിരിക്കും എന്ന് പറയുക. ഓക്കെ, ഇനി ഒറ്റ വാക്യം കൂടെ. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഞാൻ ഈ വാക്യത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെയും വരും, ഈ വാക്യത്തിലേക്ക് വരും. പക്ഷേ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്ന ഇതാണ്. അവിടെ പറഞ്ഞത് നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്. സോ നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്താണ് ഈ വാക്യപ്രകാരം? നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. അതാണ് നമ്മുടെ അവകാശം, അതാണ് നമ്മുടെ അവകാശം. അപ്പം നിത്യജീവൻ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചോട്ടെ, എന്താ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആക്ച്വലി നിത്യജീവൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് നിത്യജീവൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണത്? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പം മക്കളെ, ദൈവവചനം നമ്മളോട് പറയുന്നത് നമുക്കിപ്പം തന്നെ നിത്യജീവൻ ഉണ്ടെന്നാണ് പറയുന്നത്. നിത്യജീവൻ നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നിത്യജീവൻ? അതാണ് അവിടെ പറഞ്ഞത്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. സോ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അത് യേശുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള അറിവാണ് നിത്യജീവൻ. അത് ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അതതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ നേരത്തെ വായിച്ച പോലെ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അന്നാണ് നമുക്ക് അവനെക്കുറിച്ച് കംപ്ലീറ്റ് നോളജ് കിട്ടാനായിട്ട് പോകുന്നത്. അതുവരെ നമ്മൾ ഈ നിത്യജീവനിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ ഭൂമി വിട്ട് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമുക്ക് അവനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകും. അതാണ് നിത്യജീവൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. സോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശം, ദറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവനാണ്. നോക്കൂ, ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് രാത്രി ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവുക. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അപ്പം നമ്മൾ പറഞ്ഞത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അടുത്ത ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ നമുക്കൊരു അവകാശം തന്നു, ഇൻഹെറിറ്റൻസ് തന്നു. എന്താണ്? ഒന്നാമത് നമ്മുടെ ഇൻഹെറിറ്റൻസ് ദൈവം തന്നെയാണ്. നമ്മുടെ അവകാശം ദൈവം തന്നെയാണ്. ദൈവം നമ്മുടെ പിതാവാണ്. 2, ക്രിസ്തുവിനോടുകൂടെ നാം തേജസ്കരിക്കപ്പെടും എന്നുള്ള ഒരു ഇൻഹെറിറ്റൻസ്. ഇത് രണ്ടിലും നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ് എന്നവിടെ പറഞ്ഞത്. 3 നമ്മൾ പറഞ്ഞു വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. 4 നമ്മൾ പറഞ്ഞു എന്താണ്? ക്ഷയം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാതെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന അവകാശം. 5 നമ്മൾ പറഞ്ഞു അത് ഒരനുഗ്രഹമാണ്. നമുക്ക് അനുഗ്രഹമാണ് അവൻ അവകാശമായിട്ട് നൽകാനായിട്ട് പോകുന്നത്. അവസാനം നമ്മൾ പറഞ്ഞു ദറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവനാണ് അവൻ നമുക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഓർത്ത് നമുക്ക് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അവകാശത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ
കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. രാത്രി സമയം മുമ്പോട്ടേക്ക് പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. രാത്രി ഞാൻ നേപ്പാളിൽ ഇരുന്നിട്ടായി ക്ലാസ് എടുക്കുന്നത്. കർത്താവിനെ വെച്ചാൽ നാളെ ഞാൻ രാജസ്ഥാനിലേക്ക് യാത്ര ചെയ്യാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.